28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. തൂതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ജലവിതരണത്തിന്റെ ആശങ്ക പ്രകടിപ്പിച്ച് പരതൂർ ഗ്രാമപഞ്ചായത്ത്. പുഴയിലെ വെള്ളം വറ്റിയതോടെ ജലവിതരണം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത്. പരതൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. തൂതപ്പുഴയിലെ മുറിഞ്ഞായക്കടവിൽ നിന്നുമാണ് വെള്ളം ഇതിലേക്ക് ലഭ്യമാക്കുന്നത്. എന്നാൽ പുഴ വറ്റി വരേണ്ടതോടെ കുടിവെള്ള വിതരണത്തിൽ വലിയ ആശങ്കയാണ് പരതൂർ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ സൂചിപ്പിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി കൂടി വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, ഈ ചെറുകിട കുടിവെള്ളങ്ങളൊക്കെ തന്നെ കുടിവെള്ള സ്കീമുകളൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായും നമ്മളെ ആശങ്കയിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൂതപ്പുഴ പരതൂർ പഞ്ചായത്തിൻ്റെ ഇരുവശവും പുഴയാണ്. ഒരു ഭാഗം ഭാരതപ്പുഴയും ഒരു ഭാഗം തൂതപ്പുഴയുമാണ്. എന്നിട്ടും ഈ രൂക്ഷത പരതൂർ പഞ്ചായത്ത് അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രയാസകരം തന്നെയാണ്. തൂതപ്പുഴയിൽ 2 ദിവസത്തെ വെള്ളം വിതരണത്തിനുള്ള വെള്ളം മാത്രമാണ് അവിടെ മുറിഞ്ഞായക്കടവിൽ അവശേഷിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 2 ദിവസത്തിനകം വെള്ളം ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മുടെ നിലവിലുള്ള പ്രതിസന്ധി വലിയൊരു ആശ്വാസമാകും എന്ന് തന്നെയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാസങ്ങളായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. തൂതപ്പുഴ കടന്നുപോകുന്ന പഞ്ചായത്തുകളിൽ ചെറുതും വലുതുമായ ജലസേചന പദ്ധതികൾ ജലനിരപ്പ് താഴ്ന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വേനലിനെ അപേക്ഷിച്ച് അതിവേഗത്തിലാണ് ഇത്തവണ പുഴ വറ്റി വരേണ്ടത്.